നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന കറി തന്നെയാണിത്. എന്നാൽ നിങ്ങളിത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കൂടുതൽ മസാലകൾ ചേർത്ത് ഉണ്ടാക്കുന്നുണ്ടോ? എന്നാൽ ഈ മസാലകൾ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല എന്ന കാര്യം ആരെങ്കിലും ഓർക്കാറുണ്ടോ? മസാല ഇല്ലെങ്കിൽ എങ്ങനെ കറിക്ക് ടേസ്റ്റ് വരില്ലേ? അല്ലാതെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ എന്നും ഉണ്ടാക്കുന്ന കറികളിൽ മസാലപ്പൊടികൾ അഥവാ ഗരം മസാല, സാമ്പാർ മസാല, മീറ്റ് മസാല, ചിക്കൻ മസാല, മുട്ടക്കറിക്ക് അതിൻ്റെ മസാല, മാഗിയിലെ മാഗി മസാല, ഇങ്ങനത്തെ മസാലകളൊക്കെ ചേർത്ത് എന്നും കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരും, അത് ഉറപ്പാണ്. അപ്പം നമുക്ക് മസാലകളൊന്നും ഉപയോഗിക്കാതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഇപ്പോൾ ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് ആദ്യം ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ചെറുതായൊന്ന് വാടിയൊന്ന് നമുക്കൊരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇതിലേക്ക് കുറച്ച് അധികം കറിവേപ്പില ചേർക്കുക. കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. എന്ത് കറി ഉണ്ടാക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായത് പലതും യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചേർത്ത മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ആ പച്ചക്കുത്തൊന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്കൊരു പകുതി തക്കാളിയാണ് ചേർക്കുന്നത്. ഗ്രീൻ ബീൻസ് കറിയിലേക്ക് ആവശ്യമായ ഗ്രീൻ ബീൻസ് ഞാൻ നേരത്തെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് വേണ്ടത് അല്പം തേങ്ങ ചിരകിയതാണ്. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അധികം പണിയൊന്നുമില്ലേക്ക് നേരെ ഗ്രീൻ ബീൻസ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ ഗ്രീൻ ബീൻസ് വേവിച്ച വെള്ളം ഒന്ന് ചെറുതായൊന്ന് വറ്റണ വരെ അത് അവിടെ കിടന്ന് തിളക്കട്ടെ. ഗ്രീൻ ബീൻസിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഏറ്റവും അവസാനം ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കുക. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ടേസ്റ്റ് കൂടാനുള്ള ഒരു ചെറിയ ടെക്നിക്കാണ്. സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ ഒന്ന് കുറച്ച് ഗ്രീൻ ബീൻസ് മാത്രം ഒന്ന് ഇങ്ങനെ ആ സ്പൂണ് വെച്ചൊന്ന് ചതച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടും കറിയുടെ. അതേപോലെ ഗ്രേവി നല്ല കട്ടിയായിട്ടിരിക്കും. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഓർഗാനിക്കായിട്ട് കിട്ടുന്നത് നേരിട്ട് പൊടിച്ചെടുത്തത് തന്നെയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഗ്രീൻ ബീൻസ് കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.